ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം സ്മാൾ ബിസിനസ് ജേർണി യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യുന്ന ഹോം ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ സ്മാൾ ബിസിനസ്സിനെ കുറിച്ചും കൊമേഴ്സിനെ കുറിച്ചുമാണ് ഈ ചാനലിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിന്ന് ആമസോണിൻ്റെ ഷിപ്പിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ആമസോണിന് 3 ഷിപ്പിംഗ് മെത്തേഡുകളുണ്ട്. ആമസോൺ FBA, ആമസോൺ സെൽഫ് ഷിപ്പ്, ഈസി ഷിപ്പ്. FBA എന്ന് പറഞ്ഞാൽ ഫുൾഫിൽമെൻറ്റ് ബൈ ആമസോൺ. നമ്മുടെ പ്രോഡക്റ്റ് അവർ കൊണ്ടുപോയി അവരുടെ വെയർ ഹൗസിൽ വെച്ച് അവർ തന്നെ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന മെത്തേഡാണ് FBA. നമ്മളൊന്നും അറിയണ്ട, കാറ്റലോഗ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഫീയും ഉണ്ട്. നമ്മുടെ കയ്യിലാണ് പ്രോഡക്റ്റ് എങ്കിൽ നമ്മൾ തന്നെ പാക്ക് ചെയ്ത് അയക്കണമെങ്കിൽ 2 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്: ഈസി ഷിപ്പ്, സെൽഫ് ഷിപ്പ്. ഈസി ഷിപ്പ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് ലേബൽ ഒട്ടിച്ച് വെക്കുന്നു, ടൈമും ഷെഡ്യൂൾ ചെയ്യും. ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ആമസോണിൻ്റെ ഷിപ്പിംഗ് കൊറിയർ പാർട്ട്ണർ നമ്മളെ വിളിക്കും. ആ സമയത്ത് നമ്മൾ കൃത്യമായി അവരുടെ കയ്യിൽ പ്രോഡക്റ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും അറിയണ്ട, അവർ തന്നെ കൊണ്ടുപോയി കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി എത്തിക്കും. അഥവാ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെൽഫ് ഷിപ്പ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലോ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് സെൽഫ് ഷിപ്പിംഗ്. എക്സാമ്പിൾ DTDC, ഇന്ത്യ പോസ്റ്റ്, ഷിപ്പ് റോക്കറ്റ്. ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ്. ലേറ്റ് ഷിപ്മെൻറ്റ്, പ്രോഡക്റ്റ് എന്തെങ്കിലും ഡാമേജ് വന്നാലോ ഒക്കെ നമ്മളുടെ അക്കൗണ്ടിനെ അത് ബാധിക്കും. ആമസോണിന് പിന്നെ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ആമസോൺ FBA ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് മൊത്തവും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ആമസോണിൻ്റെ മാത്രം ഓർഡേഴ്സിന് മാത്രമേ ആ പ്രോഡക്റ്റ് പോകൂ. നമുക്കിപ്പം വേറെ വല്ല മീഷോയോ ഫ്ലിപ്കാർട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നും നമുക്ക് ആ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റില്ല. ആമസോണിൽ ഓർഡർ വരുമ്പം മാത്രമേ ആ സാധനങ്ങൾ പോവുള്ളൂ. മറിച്ച് നമ്മുടെ കയ്യിലാണെങ്കിലോ നമുക്ക് ഏത് ആപ്പിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് വരുന്നുണ്ടോ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോഡക്റ്റൊക്കെ ഉള്ളവർ FBA ചെയ്യുമായിരിക്കും. ഒരുപാട് ഓർഡേഴ്സും കിട്ടുന്നെങ്കിൽ മാത്രമേ FBA യൂസ്ഫുൾ ആവുള്ളൂ. ആമസോണിൻ്റെ ഷിപ്പിംഗ് മെത്തേഡ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുന്നതായിരിക്കും. എൻ്റെ സ്മാൾ ബിസിനസ് ജേർണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇൻഷാ അല്ലാഹ്.